ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI പ്രൊവൈഡ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി CA കോഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് IMA നൽകുന്ന സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി CMA USAയും തമ്മിലുള്ള ഈ രണ്ട് കോഴ്സുകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൂടി. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ICAI പ്രൊവൈഡ് ചെയ്യുന്ന CA കോഴ്സും IMA പ്രൊവൈഡ് ചെയ്യുന്ന CMA USAയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇവ തമ്മിലുള്ള സാമ്യതകളാണ്. ഈ രണ്ട് കോഴ്സും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് ഒരു പ്രത്യേക പ്രൊഫഷനിലേക്ക് നിങ്ങളെ എത്താൻ സഹായിക്കുന്ന ക്വാളിഫിക്കേഷനാണ്, സ്കില്ലാണ് ഈ രണ്ട് കോഴ്സും നൽകുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്, ഫിനാൻസ് മേഖലയിൽ CA ആയാലും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് വിത്ത് റെസ്പെക്ട് ടു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് CMA USAയും ഇവ തമ്മിലുള്ള ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് അറിയാനുള്ളത്. രണ്ടാമത്തത് സാമ്യതയുള്ളത് ഫോക്കസ് ഓൺ ഫിനാൻഷ്യൽ എക്സ്പെർട്ടീസ് ആണ്. അതായത് CA ആയാലും CMA USA ആയാലും രണ്ടും ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ, സാമ്പത്തിക മേഖലയിലുള്ള എക്സ്പെർട്ടീസിനെയാണ്. മൂന്നാമത്തത് ഗ്ലോബൽ റെക്കഗ്നീഷൻ ആണ്. CMA USA ആയാലും CA ആയാലും രണ്ടിനും ഓഡിയൻസ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, എംപ്ലോയേഴ്സും ഉണ്ട്. എസ്പെഷ്യലി CAയുടെ കാര്യമാണെങ്കിൽ ഇന്ത്യ കൂടാതെ മിഡിൽ ഈസ്റ്റ്, അതോടൊപ്പം UK എംപ്ലോയേഴ്സ് ജോബ് നൽകുന്നുണ്ട്. CMA USA ആയാൽ ഒബ്വിയസ്ലി USA, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, അതോടൊപ്പം ഏഷ്യയിലെ പല രാജ്യങ്ങളും MNCകളും ജോലി നൽകുന്നുണ്ട്. നാലാമത്തെ ക്രൈറ്റീരിയ, അതായത് നമുക്ക് സാമ്യത മനസ്സിലാക്കുമ്പോൾ അറിയേണ്ടത് എലിജിബിലിറ്റി കാര്യങ്ങളാണ്. ഈ രണ്ട് ക്വാളിഫിക്കേഷനും നേടുന്നതിന് മുൻപായിട്ട് ഫോർമൽ എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ക്വാളിഫൈ ചെയ്യാൻ, അതായത് CAയിലേക്ക് അഡ്മിഷൻ നേടാനും CMA USAയിലേക്കും അഡ്മിഷൻ നേടാനും ഫോർമൽ എഡ്യൂക്കേഷന്റെ ബാക്കപ്പ് വേണം എന്നും ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീടുള്ളത് എക്സാം സ്ട്രക്ചറാണ്. CAക്ക് അതിൻ്റെതായ ഒരു പരീക്ഷാ രീതിയുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം CMA USAക്കും അതിൻ്റെ പരീക്ഷാ രീതി ഡിഫറെൻ്റ് ആണ്. പക്ഷേ എനിവേ ദേ ആർ വെരി മച്ച് സ്ട്രക്ചേർഡ്. ഒരു സാമ്യത വർക്ക് എക്സ്പീരിയൻസും എക്സ്പോഷറുമാണ്. CAയുടെ കാര്യത്തിൽ ആർട്ടിക്കിൾഷിപ്പ് ആണെങ്കിൽ CMA USAയുടെ കാര്യത്തിൽ ജോബ് എക്സ്പീരിയൻസ് 2 വർഷത്തെ ആവശ്യമായിട്ടുണ്ട്. അവസാനത്തെ സാമ്യത നമുക്ക് മനസ്സിലാക്കാനുള്ളത് മെമ്പർഷിപ്പും അതോടൊപ്പം കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് CPD കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് CAയുടെ കാര്യമായാലും CMA USAയുടെ കാര്യമായാലും അതിൻ്റെ മെമ്പർഷിപ്പ് എന്നുള്ളത് പുതുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ കണ്ടിന്യൂസ് ആയി ലേണിംഗ് ചെയ്യാനുള്ള, പഠിക്കാനുള്ള സാഹചര്യവും അത് ഈ പ്രൊഫഷണൽ ബോഡിയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ യു വിൽ ബി ലേണിംഗ് ത്രൂ ഔട്ട് യുവർ കരിയർ ഗ്രോത്ത്. ഇവിടെ നമുക്ക് സാമ്യത പറഞ്ഞു നിർത്താം. ഇനി നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് CAയും CMA USAയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് അറിഞ്ഞിരിക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എഡ്യൂക്കേഷൻ പാത്തിനെ കുറിച്ചാണ്. ICAI ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർക്ക് 3 ലെവലിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പാത്സ് അല്ലെങ്കിൽ ലെയേഴ്സ് ആണുള്ളത്. ആദ്യത്തേത് ഫൗണ്ടേഷനും, രണ്ടാമത്തേത് ഇന്റർമീഡിയറ്റും, മൂന്നാമത്തേതും ഫൈനലുമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്, അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. ഇത് CA എന്ന കോഴ്സ് നിങ്ങൾക്ക് നേടാൻ സഹായിക്കുന്നു. ആ എഡ്യൂക്കേഷൻ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. CMA USAയുടെ കാര്യമാണെങ്കിൽ 2 ലെവലാണ് ഇവിടെ ഉള്ളത്. പാർട്ട് 1, പാർട്ട് 2 എക്സാമിനേഷൻസ് പരീക്ഷകളും അതിനുശേഷമുള്ള വർക്ക് എക്സ്പീരിയൻസ് റിക്വയർമെന്റുമാണ്. ഇനി നമുക്ക് ഡ്യൂറേഷൻ, എത്ര സമയമെടുത്താണ് CA പഠിച്ച് തീർക്കാൻ പറ്റുന്നത്, ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. എല്ലാവർക്കും ഈ സമയത്ത് പഠിച്ചു തീർക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഏതായിരുന്നാലും ഓൺ ആവറേജ് ആണ്. 4 മുതൽ 5 വർഷം വരെയാണ് ഇതിന് സമയം പറയുന്നത്. അതായത് CA കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ആവറേജ് ആണ്. എല്ലാവർക്കും 5 വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാർ 5 വർഷത്തിന് മുമ്പും കംപ്ലീറ്റ് ചെയ്യാം. CMA USAയുടെ കാര്യമാണെങ്കിൽ 1 മുതൽ 1.5 വർഷം വരെയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമായി മനസ്സിലാക്കി തരുന്നത്. ഇവിടെ അറിയേണ്ടത്, ഒരു നല്ല പ്ലാനോട് കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ 1.5 വർഷത്തിന് മുമ്പും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിവേ ഈ രണ്ട് കോഴ്സും കമ്പയർ ചെയ്യുമ്പോൾ, CAയും CMA USAയും കമ്പയർ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡ്യൂറേഷൻ നിങ്ങൾക്ക് CMA USA പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടാണ് അറിയുന്നത്. പിന്നീടുള്ളത് കരിയർ സ്കോപ്പാണ്. CAയുടെ കാര്യമാണെങ്കിൽ പബ്ലിക് അക്കൗണ്ടിംഗ്, ഓഡിറ്റ്, ടാക്സേഷൻ, കോർപ്പറേറ്റ് ഫിനാൻസ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പോലുള്ള പ്രത്യേക സബ്ജക്റ്റുകളിലേക്കാണ് നിങ്ങൾ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ CMA USAയുടെ കാര്യമാണെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, അതോടൊപ്പം അതിൻ്റെ അനാലിസിസ്, കോസ്റ്റ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് ഫിനാൻസ് എന്നൊക്കെയുള്ള മേഖലകളാണ്.
ഇനി ഓവറോൾ എക്സ്പെൻസ് CA പഠിക്കാൻ എത്ര ചിലവ് വരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ 1,50,000 മുതൽ 2 ലക്ഷം വരെ ഇതിൻ്റെ എക്സ്പെൻസ് നിങ്ങളുടെ ചിലവായി വരുന്നുണ്ട്. സോ ഇതിൽ എക്സാമിനേഷൻ ഫീസും കോച്ചിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ എക്സ്പെൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. CMA USA കാര്യമാണെങ്കിൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയാണ്. ഇവിടെയും എക്സാമിനേഷൻ ഫീസും മെമ്പർഷിപ്പ് ഫീസും ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിനേഷൻ തോറ്റൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫീസ് കൂടും. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ എക്സ്പെൻസ് ആയി വരുന്നത്. സോ ഇവിടെയും നിങ്ങൾക്ക് CMA USA ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് കാണാൻ പറ്റുന്നു വിത്ത് റെസ്പെക്ട് ടു CA. അതായത് CAക്ക് എത്രയോളം ചിലവ് വരുന്നോ അത്രത്തോളം ചിലവ് CMA USAക്ക് വരുന്നില്ല. യു ആർ ക്ലിയറിംഗ് ഇൻ യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ്സ്. പിന്നീടുള്ളത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒബ്വിയസ്ലി CA പഠിച്ച കൂട്ടുകാർക്ക് ഇന്ത്യയിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എസ്പെഷ്യലി ഓഡിറ്റും ടാക്സേഷൻ മേഖലയിലുമൊക്കെ. നേരെ മറിച്ച് CMA USA കാര്യമാണെങ്കിൽ ഒബ്വിയസ്ലി USA ബേസ്ഡ് MNCകൾ ഗ്ലോബൽ, അതായത് ഇന്റർനാഷണൽ ലെവലിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. ഇന്ത്യയിലാണെങ്കിൽ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസും ജോബുകൾ നൽകുന്നുണ്ട്. ഇനി ഈസ് ഓഫ് പാസിംഗ്, എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുന്നു, എത്രത്തോളം ശതമാനം ആൾക്കാരാണ് പാസ്സായി വരുന്നത് എളുപ്പത്തിൽ എന്ന് നോക്കുകയാണെങ്കിൽ CA കാര്യത്തിൽ ഡിഫിക്കൽട്ടാണ്. അത്ര പെട്ടെന്ന് പാസ്സാകാൻ പറ്റും എന്ന ഒരു ധാരണ വേണ്ട. യു നീഡ് ടു ഫോക്കസ്, യു നീഡ് ടു ഹാവ് ഡിറ്റർമിനേഷൻ ഒക്കെ വേണം. പാസ് പെർസെൻറ്റേജ് കുറവാണ്, 5 to 10% ആണ് ഓൺ ആവറേജ് പാസ് പെർസെൻറ്റേജ്. നേരെ മറിച്ച് CMA USA കാര്യമാണെങ്കിൽ പാസിംഗ് പെർസെൻറ്റേജ് എന്നുള്ളത് മോഡറേറ്റ് ആണ്. 40% to 50%, അതായത് 40 മുതൽ 50% വരെ പാസിംഗ് ഓൺ ആവറേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും CAക്കാളും ബെറ്റർ CMA USA ആണ്. ജോബ് പൊസിഷൻസ് നോക്കുകയാണ്. CA പഠിച്ച കൂട്ടുകാർ ഓഡിറ്റേഴ്സായും ടാക്സ് കൺസൾട്ടൻസായും CFO അതായത് ഫിനാൻഷ്യൽ ഓഫീസേഴ്സായും ഫിനാൻഷ്യൽ അനലിസ്റ്റായും ഫോറൻസിക് ഓഡിറ്റർ ആയിട്ടുമൊക്കെ ജോലി നോക്കുന്നുണ്ട്. CMA USA കാര്യമാണെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ്, FP&A മാനേജർ, കൺട്രോളർ പോലുള്ള പൊസിഷൻസിലേക്കാണ് അവർ പോകുന്നത്. ഇനി നേരത്തെ പറഞ്ഞതിന്റെ ഒരു റിപ്പീറ്റേഷൻ ആണ്. CA പ്രൊവൈഡ് ചെയ്യുന്നത് ICAI ആണ്, CMA USA പ്രൊവൈഡ് ചെയ്യുന്നത് IMA USA ആണ്. ഇനിയുള്ളത് ജോബ് അവൈലബിലിറ്റി ആണ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഫോർ CA ആൻഡ് CMA USA. CAക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്, ഹൈ ഡിമാൻഡാണ്. അക്കൗണ്ടിങ്, ഓഡിറ്റ്, ടാക്സേഷൻ, കൺസൾട്ടിങ് റോൾസിലൊക്കെ അവരുടെ സിഗ്നേച്ചർ വാല്യൂ തന്നെ വലിയൊരു കാര്യമാണ് CA പഠിച്ച കൂട്ടുകാരുടെ. CMA USA കാര്യമാണെങ്കിൽ ഇന്ത്യയിൽ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അതോടൊപ്പം ഗ്രോത്തിനും ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എസ്പെഷ്യലി MNC കമ്പനികളിൽ ആണ് ഇവർക്ക് കൂടുതൽ ജോബ് പൊസിഷൻസ് കാണാൻ പറ്റുന്നത്. ഗ്ലോബൽ പ്രസൻസും CMA USA കൊണ്ട് മോർ ദാൻ CA. സോ ഇവിടെ സ്കോർ ചെയ്യുന്നത് CA ആണ്. ഇനി ഗ്ലോബൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ CAക്കാർക്ക് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, അതോടൊപ്പം ചില UK അടങ്ങുന്ന കമ്പനികളിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. നേരെ മറിച്ച് CMA USA കാര്യമാണെങ്കിൽ അതിന് ഗ്ലോബൽ അപ്പീൽ എന്നുള്ളത് കൂടുതലാണ്. എസ്പെഷ്യലി നോർത്ത് അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, അതോടൊപ്പം ഏഷ്യയിലെ പല രാജ്യങ്ങളും CMA USA പഠിച്ച കൂട്ടുകാർക്ക് ജോബ് നൽകുന്നുണ്ട്. ഇതാണ് നമുക്ക് CAയും CMA USAയും പഠിച്ച കൂട്ടുകാർക്ക് എങ്ങനെയാണ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവ തമ്മിലുള്ള സാമ്യതകളും ഡിഫറൻസും. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. അതോടൊപ്പം ഇനി ഏതെങ്കിലും കോഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ്, സാമ്യതകളും അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗ്രേറ്റ് കരിയർ.